ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ ഒരു തേങ്ങ അരച്ച മാങ്ങാക്കറി റെഡിയാക്കിയാലോ. വളരെ സിമ്പിളായി ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ചിരകി വെച്ച തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ച് മാറ്റി വെക്കണം. കറിക്ക് വേണ്ടിയിട്ട് മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നല്ല പോലെ ചൂടായി വന്ന ശേഷം അതിൽ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങ, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി പിന്നെ പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇളക്കി നല്ല പോലെ ചെറുതായി ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ എന്ത് കറി വെക്കും എന്നുള്ള ടെൻഷനാവില്ലേ. അപ്പോൾ ഈ മാങ്ങയുടെ സീസണിൽ നമുക്ക് അത്തരം ഒരു ടെൻഷൻ്റെ കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നാടൻ രീതിയിലാണ് ഇത് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടില്ലേ, നമ്മുടെ മാങ്ങയും തക്കാളിയൊക്കെ എണ്ണയിൽ കടന്ന് ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒന്ന് നല്ല പോലെ തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തിളച്ച് വരട്ടെ. നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പുളി കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളംപുളി കുറച്ച് പിഴിഞ്ഞ് അതുകൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. വളരെ സിമ്പിളല്ലേ റെഡിയാക്കാൻ വേണ്ടിയിട്ടും. നമ്മുടെ തേങ്ങ അരച്ച നാടൻ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.